الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عليم. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിക്കുവാൻ, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമ്പൂർണമായ പ്രീതിയും പരലോകത്തെ പൂർണ്ണമായ വിജയവും നേടിയെടുക്കാനുള്ള നിതാന്തമായ ശ്രമങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും യഥാർത്ഥ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ സ്വർഗം അല്ലാഹു നമുക്കെല്ലാവർക്കും ഔദാര്യമായി നൽകുമാറാകട്ടെ. അതിനെല്ലാവിധ യോഗ്യതയും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, രക്തബന്ധുക്കൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹായികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഗുരുവര്യന്മാർ, എല്ലാവർക്കും അല്ലാഹു വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മത്തിന്റെ മിസ്ലു സവാബുകൾ നമ്മുടെ മാതാപിതാക്കളുടെ കബറിടങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുപോലെ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം സഹോദരങ്ങൾ ഉണ്ട്. അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്കെല്ലാം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. എല്ലാവിധ ആപത്തും മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ പവിത്രമായ ഭവനങ്ങൾ, മസ്ജിദുകൾ, അതിനോട് നമുക്ക് ഹക്കുകളുണ്ട്. ഒരു മുസ്ലിമിന്റെ മതപരവും സാംസ്കാരികവുമായ ജീവിതത്തിന്റെ ആരംഭം പള്ളിയിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോക മനുഷ്യർക്ക് മുഴുവൻ, മാനവരാശിക്ക് മുഴുവനും മാർഗദർശനമായിട്ടുള്ള ആദ്യത്തെ ആരാധനാലയം, അല്ലാഹുവിന്റെ സന്മാർഗവും കാരുണ്യവും അല്ലാഹു വർഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മഹത്തായ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, ഇതേപോലെ തന്നെയാണ് ലോകമെമ്പാടും പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, പിന്നീട് ഇങ്ങോട്ട് വന്ന തലമുറകളിലുമെല്ലാം മസ്ജിദുകളാണ് മുസ്ലിങ്ങളുടെ അവരുടെ സത്യവിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും
അഭയകേന്ദ്രം, തലസ്ഥാനം എന്ന് പറയുന്നു. മക്ക വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മദീനയിലെത്തിയ നബി ആദ്യമായി അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് പള്ളി നിർമ്മാണമാണ്, മസ്ജിദ് നിർമ്മാണമാണ്. ആ മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം അനാഥരായ 2 കുട്ടികളുടേതാണ്, അവരുടെ പേരിലുള്ളതാണ്. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഓരോരുത്തരും അവരവരുടെ ഭവനങ്ങളിലേക്ക് വരവേൽക്കാൻ, വിരുന്നൂട്ടാൻ തയ്യാറായി, സൽക്കരിക്കാൻ തയ്യാറായി. മത്സര ബുദ്ധിയോടെ മുമ്പോട്ട് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്, താമസിക്കുന്നത്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭവനത്തിലായിരുന്നു. അവിടെ ആ സ്ഥലത്ത്, തൊട്ടടുത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കുകയാണ്. 2 അനാഥ മക്കളുടെ സ്ഥലം. അത് അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടികൾ ആവേശത്തോടെ അത് സൗജന്യമായി വിട്ടുകൊടുക്കാൻ തയ്യാറായി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പണം കൊടുത്ത് ആണത് വാങ്ങിയതും അവിടെ പള്ളി നിർമ്മാണം ആരംഭിച്ചത്. എല്ലാവർക്കും ഒപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണിയെടുക്കുകയായിരുന്നു. ഈന്തപ്പന തടിയും അതിന്റെ മടലും അതിന്റെ ഓലയും അതിന്റെ ഭിത്തികൾ മണ്ണുകുഴച്ചും ഒക്കെയാണ്, നിലത്ത് മണൽ പാകിയും ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി, അല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടിയും പിന്നീടുള്ള പത്നിമാർക്ക് വേണ്ടിയും ഹുജറകൾ, മുറികൾ അതിനോടൊപ്പം ചേർത്തുകൊണ്ടുമാണ് മദീന പള്ളി തുടങ്ങിയത്. ഒടുവിൽ ആ മദീന പള്ളി ഇസ്ലാമിന്റെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി മാറി. യസ്രിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദീന പിന്നീട് മദീനത്തുൻ നബി എന്ന പേരിൽ അറിയപ്പെട്ടു. നബിയുടെ പട്ടണം, സിറ്റി ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളി മസ്ജിദുൻ നബവി, മദീന അൽ മുനവ്വറ എന്ന പേരിലും അറിയപ്പെട്ടു. പ്രകാശപൂരിതമായ മസ്ജിദ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആ പള്ളി മദീന മുനവ്വറ എന്ന പേരിൽ അറിയപ്പെട്ടത് അവിടെ തെളിച്ച ഒരുപാട് വർണ്ണശബളമായ അലങ്കാര വിളക്കുകളുടെ അകമ്പടിയിലല്ല, അവിടെ കെട്ടിയുയർത്തിയ മിനാരങ്ങളുടെ വലിപ്പത്തിലും അതിന്റെ നിറച്ചാർത്തിന്റെയും പ്രകാശമല്ല, മറിച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹത്തായ സന്മാർഗത്തിന്റെ പ്രകാശം. അത് ആകാശം മുട്ടെ പരക്കുകയും നാട് മുഴുവൻ പരക്കുകയും ചെയ്തുകൊണ്ട് അതൊരു മഹത്തായ സന്മാർഗത്തിന്റെ കേന്ദ്രമായി മാറുകയാണ് ചെയ്തത്. അവിടെ നിന്ന് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഞങ്ങളെപ്പോലെയല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൊണ്ട ഇടറുമായിരുന്നു. ഗദ്ഗദ കണ്ഠനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. എണ്ണച്ചട്ടിയിൽ നിന്ന് എണ്ണ തിളയ്ക്കുന്നത് പോലെ അങ്ങനെ നബിയുടെ ഹൃദയം തേങ്ങിക്കൊണ്ട് ഖുർആൻ ഓതി. സഹാബികൾ അതോടൊപ്പം ചേർന്ന് നിന്ന് വളരെ ഭയഭക്തിയോടെ, ഭക്തി നിർഭരമായി ആ നമസ്കാരത്തെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. പള്ളിയിൽ ഒത്തുകൂടിയ
ആയിരക്കണക്കിന് വരുന്ന ആളുകൾ പിന്നീട് അവരൊക്കെ തന്നെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലുള്ള മനുഷ്യരായിരുന്നു. അവർക്ക് ഉപജീവന മാർഗത്തിന് ഉപാധികളില്ലാതെ പ്രയാസപ്പെടുന്നവരായിരുന്നു. വീട്ടിൽ പലപ്പോഴും പട്ടിണിയും വറുതിയുമായിരുന്നു. അവർക്കൊക്കെ നമസ്കാരത്തോടൊപ്പം അല്ലാഹു ചേർത്ത് പറഞ്ഞ സകാത്തിന്റെ വഴികൾ തുറന്നു കൊടുത്തുകൊണ്ട്, സദഖയുടെ ബാബുകൾ തുറന്നിട്ടുകൊണ്ട്, ഉള്ളവർ ഇല്ലാത്തവർക്ക് വേണ്ടി നൽകാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളി സകാത്തിന്റെയും സദഖയുടെയും കൂമ്പാരങ്ങൾ തീർക്കുന്ന ഒരു സമൂഹത്തിന്റെ വെൽഫെയർ സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു കേന്ദ്രമാക്കി ആ പള്ളിയെ മാറ്റിയെടുക്കുകയായി. പിന്നീട് അവിടെ നിന്നും ആളുകളുടെ കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തികളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഗോത്രങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ മുസ്ലിങ്ങളും ഇതര വിഭാഗങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ, ഇതെല്ലാം കുമിഞ്ഞുകൂടിക്കൊണ്ടിരുന്നപ്പോൾ ആ പ്രശ്നങ്ങളെ അതാതിടങ്ങളിൽ അവശേഷിപ്പിക്കാതെ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ മദീന പള്ളിയെ ചർച്ചയുടെ ഒരു കേന്ദ്രമാക്കി, അതിനെ ഒരു നീതിന്യായ കോടതിയാക്കി മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചീഫ് ജസ്റ്റിസിനെ പോലെ പെരുമാറി. ജാതിയും മതവും നോക്കാതെ, വർണ്ണവും വർഗവും നോക്കാതെ, അവരുടെ വിഭാഗങ്ങളും അവരുടെ നിറവും ഭാഷയും നോക്കാതെ എല്ലാവർക്കും ഒരേപോലെ മദീന പള്ളിയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നാൽ നീതി കിട്ടും എന്ന ഒരവസ്ഥയുണ്ടാക്കി തീർത്തു. ആ നീതി അനുരഞ്ജനത്തിന്റെയും നീതിയുടെയും മാർഗം മദീന പള്ളിയിൽ നിന്ന് തുറന്നിട്ട് കൊടുത്തു. ജനങ്ങളുടെ ജനകീയ കോടതി ആ പള്ളി കേന്ദ്രീകരിച്ച് നടക്കാൻ തുടങ്ങി. ആളുകൾ രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മനഃശാസ്ത്രപരമായ പെരുമാറ്റങ്ങളും പരിഹാര നിർദ്ദേശങ്ങളിലൂടെ അതൊരു കൗൺസിലിംഗ് സെന്റർ കൂടിയായി മാറി. യുദ്ധത്തിലും അല്ലാതെയും പരിക്കേറ്റ് മുറിവേറ്റ് പ്രയാസപ്പെടുന്നവരെ അഡ്മിറ്റ് ചെയ്യാനും അവരെ ചികിത്സിക്കാനും ആ മദീന പള്ളിയോടനുബന്ധിച്ച് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. യാത്രക്കാരായ ആളുകൾക്ക് വെള്ളം കുടിക്കാനും ലഘുഭക്ഷണം കഴിക്കാനും ഈന്തപ്പനക്കുലകൾ അവിടെ ഈന്തപ്പന നട്ടുവളർത്തുകയും ഈന്തപ്പഴം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. കുടിവെള്ളം സംവിധാനിച്ചിരുന്നു. അതേപോലെ ഇസ്ലാമിന്റെ ഖലീഫമാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ അവിടെ നയതന്ത്ര ചർച്ചകൾ നടത്തിയിരുന്നത്, അതുപോലെ തന്നെ അവിടെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ നടന്നിരുന്നത് മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ടായിരുന്നു. സഹോദരങ്ങളെ, ആ അർത്ഥത്തിലെല്ലാം മദീന പള്ളി ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിയിരുന്നു. ആ പള്ളിയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖയാണ് ലോകമെമ്പാടുമുള്ള മസ്ജിദുകളിലേക്ക് പകർന്നിട്ടുള്ളത്. മസ്ജിദ് ആ അർത്ഥത്തിൽ ഒരു മുഅ്മിനിന്റെ ആശാ കേന്ദ്രമാണ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നത് ഒരു കാലത്ത് ചിലപ്പോഴൊക്കെ ചില ആളുകൾ നിഷേധാത്മകമായ നെഗറ്റീവായ അർത്ഥത്തിലാണ് പറയുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു കാലത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നത്തെയും അതിൻ്റെയും പരിഹാര കേന്ദ്രം പള്ളിയായിരുന്നു, ജനങ്ങളുടെ അഭയസ്ഥാനം. അവിടെ പറഞ്ഞാൽ പരിഹരിക്കപ്പെടും. കടം വേണമോ, വായ്പ വേണമോ, പ്രശ്നം പരിഹരിക്കണമോ, രോഗത്തിന് ചികിത്സ വേണമോ, അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കാൻ സന്മാർഗത്തിന്റെ വെളിച്ചം കിട്ടണമോ, വിദ്യാഭ്യാസത്തിന് ആവശ്യമാണോ, എല്ലാത്തിന്റെയും കേന്ദ്രം. സഹോദരങ്ങളെ, ആലങ്കാരികമായി പറയുന്നതല്ല. നിങ്ങൾ ഒന്ന് മാത്രം ആലോചിച്ചു നോക്കി. ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചു നടന്ന
അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയെയും ലോകത്തിന്റെ മുമ്പിൽ മാതൃകായോഗ്യരായ ഭരണകർത്താക്കളാക്കി മാറ്റാൻ അവർക്ക് രാഷ്ട്രീയത്തിന്റെയും ഭരണത്തിന്റെയും ന്യായാധിപത്യത്തിന്റെയും ആ വിദ്യാഭ്യാസം പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാതിരുന്ന സാധാരണക്കാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫമാരുമൊക്കെ ഒന്നും അറിയാതിരുന്ന് നടന്നിരുന്ന ആളുകളെ ഒരു രാഷ്ട്രത്തിന്റെ തലവന്മാരാക്കി മാറ്റുകയും അവിടെ ലോകത്തിന്റെ ആധുനിക ലോകത്തും വാഴ്ത്തിപ്പാടുന്ന ചക്രവർത്തിമാർ ഭരണകർത്താക്കളാക്കി അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസവും കാഴ്ചപ്പാടും വികസന ചിന്തയും നാഗരിക സമീപനങ്ങളും നയതന്ത്ര തന്ത്രങ്ങളും ഇതെല്ലാം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളി എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണെന്ന് നമ്മൾ അറിയണം. അതാണ് പള്ളി, അതാണ് മസ്ജിദ്. മസ്ജിദിന്റെ ദൗത്യം അതാണ്. ഒരു മസ്ജിദ് ശരിയായ അർത്ഥത്തിൽ വളർന്നു വരുമ്പോ അത് ആ നാടിനെ ഒരു മോഡൽ വില്ലേജ് ആക്കി മാറ്റാൻ കഴിയും. ജാതിമത ഭേദമന്യ മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങൾക്കും അത്താണിയായി ആ മസ്ജിദുകൾ മാറും. റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഭവനമാണ് മസ്ജിദ് എന്ന് പറയും. ആ പള്ളി അത്രമാത്രം സത്യവിശ്വാസികളുടെ മനസ്സിൽ അതിന് സ്ഥാനമുണ്ട്. ലോക ഭൂപടത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. മനുഷ്യരുടെ സാമൂഹികമായ ജീവിതത്തിന്റെ നിർമ്മാണത്തിലും പുരോഗതിയിലും സംസ്കാരത്തിലും മാർഗദർശനത്തിലും പുരോഗതിയിലും അതിന് കൃത്യമായ പങ്കുണ്ട്. അതാണ് അല്ലാഹുവിന്റെ പള്ളി എന്ന് പറയുന്നത്. ധാരാളമായി പരിശുദ്ധ ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവും പരിശോധിക്കുമ്പോൾ ആ പള്ളികളുടെ ചരിത്രം അങ്ങനെയാണ് അടയാളപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെയും പള്ളികൾ അങ്ങനെയാണ്. ആ ഒരു മാതൃകയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഷൊർണൂരിൽ നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പള്ളിയെ ആ അർത്ഥത്തിൽ ഒരു ഇസ്ലാമിക് സെന്റർ കൂടിയാക്കി ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് നാടിലെ മുഴുവൻ പള്ളികൾക്കും മാതൃക സൃഷ്ടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുകൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹിദായത്തിന്റെ കേന്ദ്രങ്ങളാകണം പള്ളികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മിഷ്കാത്തിൽ കാണുന്ന ഹദീസ്. ഒരു കാലം വരും, അന്ന് മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബുൻ മിനൽ ഹുദാ. അവരുടെ പള്ളികൾ വളരെ കമനീയമായി കെട്ടിയുയർത്തപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അത് ഹിദായത്തിന്റെ സന്മാർഗ പ്രവർത്തനങ്ങളിൽ നിന്ന് ശൂന്യമായിരിക്കും. ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ. അവരുടെ പണ്ഡിതന്മാർ ഭൂലോകത്തെ നികൃഷ്ട ജന്മങ്ങളായി മാറിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളികളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുമ്പോ 92 ഡിസംബർ 6 എന്ന് പറയുന്ന ഒരു ഡേറ്റ് മുസ്ലിം സഹോദരങ്ങളുടെ മനസ്സിൽ ഒരു ഇടിവെട്ടേറ്റ ദിനമാണത്. ഇടിവെട്ടേറ്റ ദിനമാണ്. 32 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് 32 വയസ്സോ 35ഓ 40ഓ വയസ്സുള്ള ആളുകൾക്ക് ചിലപ്പോ അത് കൃത്യമായി ഓർത്തുകൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഈ 32 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ പള്ളിയുടെ ദൗത്യം എന്താണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് പള്ളികൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ കേന്ദ്രങ്ങളാണ്. പഴകിപ്പൊളഞ്ഞാൽ അത് പുതുക്കി പണിയണം. പുതിയത് ഉണ്ടാക്കേണ്ടി വന്നാൽ പുതിയത് ഉണ്ടാക്കണം. അത് തലമുറകളോളം ഈ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാന്റെ ഏകദൈവത്വം, ഏകദൈവ സന്ദേശം അത് കൈമാറേണ്ട സ്ഥലമാണ്. ദീന് തലമുറകളിലേക്ക് പ്രസരിക്കേണ്ട കേന്ദ്രമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് അത് പ്രസരിക്കുകയില്ല. ഒരു നാട്ടിൽ ആളുകൾക്ക് ദീന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസരിക്കുന്നത്, കൈമാറ്റം ചെയ്യപ്പെടുന്നത് പള്ളികളിൽ നിന്നാണ്. ഇത് 24 മണിക്കൂറും ഈ പള്ളി എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം വർഷിക്കുന്ന കേന്ദ്രമാണ്. നമുക്കുണ്ടാകുന്ന സർവമാന അഭിമാനത്തിന്റെയും അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കേന്ദ്രമാണ് പടച്ചവന്റെ പള്ളികൾ എന്ന് പറയുന്നത്.
5 വഖത്ത് നമസ്കാരങ്ങളിൽ മലക്കുകൾ വരുന്നത് കാരുണ്യ വർഷവുമായിട്ടാണ്, നമുക്ക് അനുഗ്രഹങ്ങളുമായിട്ടാണ്. നമ്മളോടൊപ്പം മലക്കുകളും നിന്ന് നമസ്കരിക്കുകയാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരത്തിന്റെ സമയമല്ലാത്ത സമയത്ത് പള്ളിയിലിരിക്കുന്ന, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, പടച്ചവനെ അവന് നീ കരുണ ചെയ്യണമേ, അവന് നീ പുറത്തു കൊടുക്കണമേ, അവന് നീ അനുഗ്രഹം ചെയ്യണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം പ്രാധാന്യമുണ്ട് പള്ളികൾക്ക്. അവിടെ ഖുർആൻ പാരായണം ചെയ്താൽ, ഖുർആൻ പഠിച്ചാൽ, നന്മകൾ പ്രവർത്തിച്ചാൽ, മസ്ലഹത്ത് നടത്തിയാൽ എല്ലാം വമ്പിച്ച പുണ്യമുള്ള പ്രവർത്തനങ്ങളാണ്. ആ പുണ്യപ്രവർത്തനങ്ങളുടെ കേദാരമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ അവസ്ഥ, മസ്ജിദുകൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരു കാലമാണ്. നിങ്ങൾ കണ്ടു കാണും, ദുഷ്യന്ത് ദവെ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സീനിയർ ആയിട്ടുള്ള പ്രമുഖനായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ദവയർ പത്രാധിപരുമായിട്ട് സംഭാഷണം നടത്തുമ്പോ, അഭിമുഖം നടത്തുമ്പോ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇനി മറ്റു പള്ളികൾ അതിലേക്കും ഭീഷണി ഉയരാതിരിക്കാൻ 1991 നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നു. 1947 ആഗസ്റ്റ് 15 വരെ ഏതെല്ലാം ആരാധനാലയങ്ങൾ അതാത് മതത്തിൻ്റെതായിരുന്നുവോ അതേപോലെ ഇനി തുടർന്നും അതങ്ങനെ തന്നെയായിരിക്കും. ഒരു കാരണവശാലും മറ്റാർക്കും അവകാശവാദം ഉന്നയിക്കാനോ വിട്ടുകൊടുക്കാനോ പാടില്ല. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അഭിഭാഷകൻ, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാര്, അതിന്റെ ന്യായാധിപന്മാര് പലപ്പോഴും അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. നേരത്തെ ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ട് അന്യായം ബോധിപ്പിച്ചപ്പോ 91 ആക്ട് പ്രകാരം അതിന്റെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് വാദിച്ചപ്പോ അവിടെ ഏതൊരു ആരാധനാലയം മസ്ജിദിന് നേരെയും ആർക്കും ജിജ്ഞാസയോടുകൂടി സംശയങ്ങൾ ഉയർത്താൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ചന്ദ്രചൂഡ് അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചതോടുകൂടി സഹോദരങ്ങളെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഏത് പള്ളിക്കെതിരെയും സംശയം ഉന്നയിക്കാനും അന്യായം പ്രാദേശിക ജില്ലാ കോടതികളിലൊക്കെ കൊടുക്കാനും അതൊക്കെ പിന്നീട് സർവേ നടത്താനും ഒക്കെ പ്രേരിപ്പിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ കാരണം ഇതാണ്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, മുസ്ലിങ്ങൾക്ക് ഞാൻ ഇത്രമാത്രം സങ്കടപ്പെടുന്നുണ്ട്, എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണുള്ളത്, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോ പിന്നെ ഇതിലൊക്കെ ഇരകളായ മുസ്ലിം സമുദായം എന്തുമാത്രം വേദന തിന്ന് കഴിയുകയായിരിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ പള്ളികൾ, ആരാധനാലയങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഭവനം നമുക്കറിയാം. 1883 ഇതേ ബാബരി മസ്ജിദ് വിഷയത്തില് അവിടെ ആ പ്രദേശത്തുകാരനായ ഒരു മഹന്ത് അദ്ദേഹം അവിടെ ഒരു അന്യായം ബോധിപ്പിച്ചു. അതിന്റെ ബാബരി മസ്ജിദ് നിൽക്കുന്നതിന്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു ക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞു. അപ്പോ അന്നത്തെ ബ്രിട്ടീഷ് കോടതി, ഫൈസാബാദ് കോടതി അത് തള്ളിക്കളഞ്ഞു. വീണ്ടും അദ്ദേഹം അന്യായം ബോധിപ്പിച്ചു, ഹർജി സമർപ്പിച്ചു. അപ്പോൾ 1885 അതിനെയും തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ 1934 ഫൈസാബാദിലെ അയോധ്യയിലെ ഈ പള്ളിയിൽ അതിൽ ചില കേടുപാടുകൾ, പ്രദേശവാസികളായ ചില ഹിന്ദുക്കൾ കേടുപാടുകൾ വരുത്തിയപ്പോ അന്നത്തെ ബ്രിട്ടീഷ് കോടതി അവർക്കെതിരെ കൂട്ടപ്പിഴ ചുമത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ പറ്റിയ, ആ പള്ളിക്ക് പറ്റിയ കേടുപാടുകൾ തീർക്കാൻ ബ്രിട്ടീഷ് കോടതിയാണ് ഇടപെട്ടത്. സഹോദരങ്ങളെ, ഇത് സ്വാതന്ത്ര്യം കിട്ടാത്ത
ബ്രിട്ടീഷുകാരന്റെ കാൽച്ചുവട്ടിൽ അമർന്നുകൊണ്ടിരുന്ന ഒരു ഇന്ത്യയിൽ അവര് കാണിച്ച ഒരു ന്യായവും ഒരു മര്യാദയുമാണെങ്കിൽ, ഇന്ന് മതേതര ജനാധിപത്യ ഇന്ത്യയിൽ സർവർക്കും തുല്യാവകാശവും തുല്യനീതിയും വിഭാവന ചെയ്യുന്ന മഹത്തായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമപുസ്തകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിധി നടപ്പാക്കുന്ന നമ്മുടെ ന്യായാസനങ്ങളിൽ നിന്ന് ആ നീതി കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ജസ്റ്റിസ് ഹരിമാൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ ഈ ബാബരി മസ്ജിദ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ വിധി പരിഹാസ്യമായി പോയി എന്നാണ്. എന്താണ്? 949 നവംബർ 22-ാം തീയതി ബാബരി മസ്ജിദിലേക്ക് അവിടെ ചില ഹിന്ദുത്വരായ ഭീകരന്മാർ കടന്നു ചെന്ന് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു എന്നത് അത് അക്രമപരമായാണ് ചെയ്തത്. അത് അന്യായമായി പോയി. അത് ക്രിമിനൽ കുറ്റമാണ്. 92 ഡിസംബർ 6-ന് അന്യായമായി പള്ളിയിലേക്ക് അതിക്രമിച്ച് കടന്ന് ആ പള്ളിയിൽ തകർത്ത് തരിപ്പണമാക്കിയതും അക്രമപരമാണ്. അത് ക്രിമിനൽ കുറ്റമാണ്, അന്യായമാണ്. അത് മുസ്ലിങ്ങളുടേതാണ് എന്നതും ചരിത്രമാണ്. ഇതെല്ലാം പറയുന്ന സുപ്രീം കോടതി പക്ഷേ വിരോധാഭാസം എന്ന് പറയാം വിധി പ്രസ്താവിക്കുന്നത് അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അത് അവരുടെ ശ്രീരാമൻ ജനിച്ച സ്ഥലമാണ് ഹിന്ദുക്കൾക്ക്, അതുകൊണ്ട് അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ജസ്റ്റിസ് നരിമാൻ പറയുന്നത് പരിഹാസ്യമാണെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 949 നവംബർ 22-ന് ആ പള്ളി അതിക്രമിച്ച് കടന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ക്രിമിനൽ കുറ്റം. 92 ഡിസംബർ 6-ന് പള്ളി തകർത്തതും ക്രിമിനൽ കുറ്റം. എന്നിട്ട് ആ പള്ളി വിട്ടുകൊടുക്കുന്നതോ ആ ക്രിമിനലുകൾക്ക്. എന്തോരു നീതിയാണിത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സഹോദരങ്ങളെ, ബാബരി വിഷയത്തിലുള്ള അനീതി നമുക്കെല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. 421 വർഷം ബാൻകൊലി മുഴങ്ങിയിരുന്ന മഹത്തായ അള്ളാഹുവിന്റെ ഭവനം 949 നവംബർ 22 അന്ന് ഇശാ നമസ്കാരം ഇമാം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ നിർവഹിച്ചിട്ട് മടങ്ങിപ്പോകുന്നത് വരെയും അവിടെ നമസ്കാരം നടന്നിരുന്ന സ്ഥലം, ആ പള്ളി കയ്യേറ്റം ചെയ്യപ്പെട്ടതോടുകൂടി, അത് കീഴടക്കപ്പെട്ടതോടുകൂടി രാജ്യത്ത് എല്ലാ പള്ളികൾക്കും നിലവിളി ഉയർത്തേണ്ട അവസ്ഥയാണുള്ളത്. പാർലമെന്റ് പാസാക്കിയ 91-ലെ ആ മസ്ജിദ് അല്ലെങ്കിൽ ആരാധനാലയ സംരക്ഷണ നിയമം അത് പാലിക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്കും അതേപോലെ കോടതികൾക്കും വേണ്ടത്ര ജാഗ്രതയും അതേപോലെ ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ പോകുമ്പോ രാജ്യം തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ബാബരി മസ്ജിദ് ഒരിക്കൽ മാത്രം ഉണ്ടായ ഒരു സംഭവമാണ്. അത് ഈ രാജ്യത്ത് ആ ഒടുക്കത്തെ ബാബരി ഒടുക്കത്തേതായിരിക്കണം. ഇനി ഒരു ബാബരി ആവർത്തിക്കരുത് ഈ രാജ്യത്ത്. ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടവർ പള്ളികളിൽ വിശ്വാസമുള്ള മുസ്ലിങ്ങളാണ്. ബാബരി മസ്ജിദ് അല്ല, ലോകത്തുള്ള മസ്ജിദുകൾ സംരക്ഷിക്കേണ്ടത് ആ മസ്ജിദിൽ വിശ്വാസമുള്ള സത്യവിശ്വാസികളാണ്, അതിൽ വിശ്വാസമില്ലാത്തവരല്ല. ഇതര ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആരാധനാലയങ്ങൾ ആരുടേതെന്നില്ലാതെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം, ചർച്ചുകൾ സംരക്ഷിക്കപ്പെടണം, മസ്ജിദുകൾ സംരക്ഷിക്കപ്പെടണം, ബുദ്ധവിഹാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, സകല ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടണം. കാരണം എന്ത്? അത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശമാണ്.
ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും അതിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും ആരാധനകൾ നടത്താനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യന്റെ മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്. ആ മൗലികാവകാശം നമുക്കുണ്ട്. ആ അർത്ഥത്തിൽ ഇവിടെ എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണഘടന എന്ന കരാറിൽ നമ്മളെല്ലാവരും, ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒന്നുപോലെ ഏർപ്പെട്ടിരിക്കുന്നു. ആ കരാർ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കരാറുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോ ആ മദീനയിലുള്ള ജൂതന്മാരും ഇതര ഗോത്രങ്ങളും അവരുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമത സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും അതിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്തുകൊണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സങ്കല്പം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കരാറിനെതിരെ ചെയ്യാൻ നബി ശ്രമിച്ചിട്ടില്ല. കരാർ മറ്റുള്ളവർ പൊളിച്ചപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയിലും അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ ഏർപ്പെട്ടിട്ട് മുസ്ലിങ്ങൾക്ക് നഷ്ടമുണ്ടാകുമെന്ന് കണ്ടിട്ടും പരമാവധി അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കരാറുകൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ എല്ലാ കക്ഷികളും ഒരുപോലെ ആ കരാറിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ ആ കരാർ നിലനിൽക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ആ കരാറിന്റെ പേരിൽ ആണയിട്ടുകൊണ്ട് മുറുകെ പിടിച്ചു നിൽക്കുകയും ബാക്കിയുള്ളവർ മുഴുവൻ ആ കരാറിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ കരാർ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ സാമാന്യ തത്വം. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ ഇവിടുത്തെ എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഒരു ആരാധനാലയത്തിനും ഒരു പോറലേൽക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ ഭരണഘടനയുടെ പേരിലുള്ള നമ്മുടെ നിലപാട്. മറ്റു മതങ്ങളെ നമ്മൾ ഭത്സിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, നമ്മൾ അവരെ നിന്ദിക്കുന്നില്ല. വിമർശനം എന്നത് ജനാധിപത്യത്തിന്റെ സ്വഭാവമാണ്. ആ അർത്ഥത്തിൽ മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും സംവാദങ്ങളാകാം, വിമർശനങ്ങൾ, വിയോജിപ്പുകൾ ഉയർത്താം. പക്ഷെ നിന്ദകളും പരിഹാസങ്ങളും ആക്രമണങ്ങളും ആക്ഷേപങ്ങളും അത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അത് സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യന് ചേർന്നതല്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയുടെ പക്ഷത്തിൽ നിന്ന് നീതിയോടെ ന്യായത്തോടെ സംസാരിക്കാൻ, ആധികാരികമായി സംസാരിക്കാൻ എല്ലാവിധത്തിലുമുള്ള പിന്തുണയും പിൻബലവും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും നമുക്ക് നൽകുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ ആണയിട്ട് പറയുന്നു, ഈ രാജ്യത്തെ ഒരു ആരാധനാലയത്തിന് നേരെയും ആരുടെയും ഒരു നുള്ളു മണ്ണ് പോലും വലിച്ചെറിയാൻ അവകാശമില്ല. മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇനി മറ്റുള്ളവന്റെ ആരാധനാലയം അതിനെ അന്യായമായി പിടിച്ചെടുത്ത് നമസ്കരിച്ചാൽ അവിടെ നമസ്കാരവും പ്രാർത്ഥനയും ശരിയാവില്ല എന്ന് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നു. പിന്നെ നമുക്കെന്തിനാണത്? നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് തന്നെ എല്ലാവർക്കും ഉണ്ടാകണം. ഈ സ്പിരിറ്റും ഈ അവകാശബോധവും ഈ ഉത്തരവാദിത്ത ബോധവും എല്ലാ ജനസമൂഹത്തിനും ഉണ്ടാകണം. പക്ഷേ ഭരണഘടനാപരമായ ഒരു രാഷ്ട്രീയവും ഒരു ഭരണസാരഥ്യവും ഒരു അധികാര വ്യവസ്ഥയും നിയമവാഴ്ചയുമല്ല ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വൈദേശികമായിട്ടുള്ള ഫാഷിസം ഇന്ത്യയിലേക്ക് പതുക്കെ കടന്നു വന്നു. 925 നാഗ്പൂർ ആസ്ഥാനമായി ജന്മം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക് എന്ന് പറയുന്ന RSS അത് പതുക്കെ വളർന്നു വന്നു. ഇവിടത്തെ
വലിയൊരു വിഭാഗമായ ഹൈന്ദവ സമൂഹത്തിന്റെ മതത്തെയും ആരാധനാ രീതികളെയും ആചാരങ്ങളെയും ആഘോഷങ്ങളെയും അതിലേക്ക് അരിച്ചിറങ്ങി ഫാഷിസം ഹിന്ദുമതമല്ല ഹിന്ദുത്വമാക്കി മാറ്റിയതിനെ ഹിന്ദു എന്താണ് ഹിന്ദുത്വം എന്താണ് എന്ന് MS ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 1935 എഴുതിയ ഹു ഈസ് ഹിന്ദു വാട്ട് ഈസ് ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ ഗോൾവാൾക്കർ പറയുന്നുണ്ട്, അവരുടെ താത്വികാചാര്യൻ, അവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിചാരധാര അത് പറയുന്നുണ്ട്. ബെഞ്ച് ഓഫ് തോട്ട് അതിൽ കൃത്യമായി നിർവചിക്കുന്നുണ്ട്, നമ്മൾ ഈ കാണുന്ന ഹിന്ദുക്കളല്ല, ഹിന്ദുമതമല്ല ഹിന്ദുത്വം എന്നത് മറ്റൊന്നാണ്. അതിനെ ഫാഷിസത്തിന്റെ ആശയങ്ങൾ പ്രത്യയശാസ്ത്രങ്ങളുടെ ആത്മാവിനെ ഉൾച്ചേർത്തുകൊണ്ട് ഇവിടത്തെ ഹൈന്ദവതയെയും അതിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തെ തീർക്കുകയാണ്, ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രം തീർക്കുകയാണ് RSS ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും ഫാഷിസത്തെയും നാസിസത്തെയും കടമെടുത്തുകൊണ്ടാണ് അവർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത്. അവരുടെ ട്രൗസർ ഗാങ്ങും സ്വസ്തിക് ചിഹ്നവും ആര്യ രക്ത വംശ ശുദ്ധിവാദവും തുടങ്ങിയിട്ടുള്ള കുറുവടിയന്തിയുള്ള പരേഡുകളും അതുപോലെ ആഘോഷങ്ങളെ പിടിച്ചെടുത്ത് അതിനെ അവരുടെ പരേഡാക്കി മാറ്റി കലാപങ്ങൾ സൃഷ്ടിക്കലും അതേപോലെ നുണപ്രചാരണം, ഗീബൽസിന്റെ നുണപ്രചാരണ തന്ത്രങ്ങളും ഇതെല്ലാം ഹിറ്റ്ലറിന്റെ ആ ഫാസിസത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 947 ആഗസ്റ്റ് 15 സ്വതന്ത്രമായ ഇന്ത്യ, 950 ജനുവരി 26 റിപ്പബ്ലിക്കായ ഇന്ത്യ, ഒരു ആധികാരികമായ ഭരണഘടന, മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യയുടെ ഭരണഘടനയെയും നിയമവാഴ്ചയെയും ഭരണത്തെയുമെല്ലാം ക്രമേണ 925 തുടക്കം കുറിച്ച സംഘപരിവാർ RSS പതുക്കെ അരിച്ചിറങ്ങി ഈ രാജ്യത്തെ മുഴുവൻ മുച്ചൂടും ബാധിച്ചിരിക്കുന്നു. ചെറിയ ചെറിയ ശാഖകളിലൂടെ, നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ, അതേപോലെ സംവാദങ്ങളില്ലാതെ, പ്രബന്ധാവതരണങ്ങളില്ലാതെ, ഡിബേറ്റുകളില്ലാതെ, ആശയപ്രചാരണങ്ങളില്ലാതെ, നിശബ്ദമായ പ്രവർത്തനങ്ങളിലൂടെ ആയിരക്കണക്കിന് വരുന്ന സ്വയം സേവകരുടെ പ്രചാരകന്മാർ വിവാഹം കഴിക്കാതെ, കാലിൽ ചെരുപ്പ് പോലും ധരിക്കാതെ വർഷങ്ങൾ പണിയെടുത്ത് മുഴുസമയ പ്രവർത്തകരായി മാറി ഹിംസാത്മകമായ ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവന്നു. അതിവിടത്തെ കക്ഷി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉള്ളിലൂടെ അരിച്ചു കയറി അവരുടെ നയങ്ങളെയും തന്ത്രങ്ങളെയും രാഷ്ട്രീയ അടവ് നയങ്ങളെപ്പോലും അവർ സ്വാധീനിച്ചു. ഒടുവിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മതേതര കക്ഷിയുടെ പ്രധാനമന്ത്രി അധികാരം വാഴുമ്പോഴാണ് അദ്ദേഹമാണ് ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം 935 ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു 935 RSSന്റെ സ്വയം സേവകനായി ട്രൗസർ ഇട്ടിട്ട് കവാത്ത് നടത്തിയ ആളായിരുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലേക്കും മരിച്ചിറങ്ങി എങ്ങോട്ട് നടന്നാലും ചെന്നെത്തുന്നത് ഹിന്ദുത്വത്തിന്റെ RSSന്റെ ലക്ഷ്യത്തിലേക്കായി മാറി. അങ്ങനെ 2024-25 ഒരു കൊല്ലം ബാക്കി നിൽക്കുന്നു. ഒരു നൂറ്റാണ്ട് തികയുമ്പോ ഇന്ത്യയെ, ഇവിടെ എത്ര വലിയ ഇന്ത്യ സഖ്യം വന്നാലും ഈ അവസ്ഥയെ മാറ്റിമറിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഇവിടത്തെ അവസ്ഥകൾ മാറിപ്പോയിരിക്കുന്നു. നീതിന്യായ മേഖലയിലും ജുഡീഷ്യറിയിലും അതുപോലെ ഭരണത്തിലും അതേപോലെ എക്സിക്യൂട്ടീവിലും മാധ്യമ രംഗത്തും എല്ലാം ഇവരുടെ കടന്നുകയറ്റം അതെല്ലാവിധ ആധിപത്യത്തിലേക്കും പോയിരിക്കുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചപ്പോ ബ്രിട്ടീഷുകാരനോട് പോരാടാതെ നിന്ന ഇവർ തന്ത്രപരമായി അകത്ത് നിന്ന് കടന്നു കയറി പുതിയ വെള്ളക്കാർ
ഇവരാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രൈസ്തവനെയും തമ്മിലടിപ്പിക്കുന്നതും കലാപമുണ്ടാക്കിക്കുന്നതും ആരാധനാലയങ്ങൾ തകർക്കുന്നതും ഇതെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രമാണ്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളും ഇത് മനസ്സിലാക്കി വരേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. ഇതിനെ ചെറുക്കണമെങ്കിൽ പടച്ച തമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കീഴടങ്ങരുത്. പരിശുദ്ധമായ കഅബാലയം, ആ മസ്ജിദുൽ ഹറാം, അവിടെ നിന്ന് നമസ്കരിക്കാൻ പാടില്ലെന്ന് തിട്ടൂരമിറക്കിയ അബൂജഹലും അബൂലഹബും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കടന്നു വരുമെന്ന് ഭീഷണി മുഴക്കി, ആരാധനാ സ്വാതന്ത്ര്യം വിലക്കി. സുജൂദിൽ കിടന്ന നബിയുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടിട്ടു. കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. നബിയെ വഴിയിൽ തടഞ്ഞു. ആക്രമണം അഴിച്ചുവിട്ടു. എന്നിട്ടും അതിനൊന്നും വഴങ്ങാതെ കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് പോയി തവാഫ് ചെയ്യാനും നമസ്കരിക്കാനും തയ്യാറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ കൊടുത്ത ആ ധൈര്യത്തിന്റെ പിൻബലത്തിലായിരുന്നു അത്. കല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അലഖ് 2-ാം ഭാഗം എടുത്തു നോക്കണം. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല. ഒരു ദാസൻ നമസ്കരിച്ചപ്പോ അതിനെ വിലക്കാൻ ശ്രമിക്കുന്നവനെ നീ കണ്ടോ എന്ന് ചോദിച്ചിട്ട് ഖുർആൻ അങ്ങോട്ട് തുടരുകയാണ്. അവിടെ നിന്ന് അല്ലാഹു പറയുന്നുണ്ട്, അവനെ ഭീഷണിപ്പെടുത്തുന്നു. ആരെ? നമസ്കാരത്തിന് പള്ളിയെ വിലക്കുന്ന, മുസ്ലിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട അള്ളാഹുവിന്റെ ഭവനം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പടുത്തുയർത്തിയ കഅബാലയം, ആ കഅബാലയത്തെ മലീമസമാക്കി മുമ്പോട്ട് പോകുമ്പോ കഅബാലയത്തിൽ സുജൂദ് ചെയ്യാൻ അവകാശം നിഷേധിക്കുന്ന ആ അബൂജഹലിയൻ ഫാസിസത്തിനെതിരെ അല്ലാഹു തആല പറയുന്നു, ഭീഷണി ഉയർത്തുന്നു. കല്ല, വേണ്ട വേണ്ട, നിന്റെ ഈ കളി ഇവിടെ വേണ്ട. ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. നിന്റെ ഈ ഭീഷണി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നിന്റെ മൂർധാവിന് നാം പിടിക്കുക തന്നെ ചെയ്യും. ലനസ്ഫഅൻ ബിന്നാസിയ, നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിയ. നീ വലിയ തല ഉയർത്തി മുടി ചൂടാൻ മന്നനായി ജനങ്ങളെ അടക്കി വാഴുന്നു. മതസ്വാതന്ത്ര്യം വിലക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കുന്നു, മതപ്രചാരണം വിലക്കുന്നു, ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വിലക്കുന്നു. നിന്റെ ഈ പണി വേണ്ട. നീ ഇവിടെ അധികാരിയായി ഏകാധിപതിയായി വാണരുളുന്നു. അതുകൊണ്ട് നിന്റെ ഈ കള്ളക്കുടുമയെ നാം പിടികൂടുക തന്നെ ചെയ്യും. ലനസ്ഫഅൻ ബിന്നാസിയ കാദിബത്തിൻ ഖാത്തിയ ഫല്യദഉ നാദിയഹു സനദഉ സബാനിയ. നീ ഒരു കാര്യം ചെയ്യ്, ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ തകർക്കാനും നശിപ്പിക്കാനും ആ സംഘത്തെ ഇല്ലായ്മ ചെയ്യാനും ആരാധന വിലക്കാനുമാണോ നീ ശ്രമിക്കുന്നത്? ഇത് നടക്കൂല. നിന്നെ ഞാൻ കൈകാര്യം ചെയ്യും. നിങ്ങളെ നമ്മൾ പിടികൂടുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ അതിനെ ചെറുക്കാനാണ് തയ്യാറെങ്കിൽ ഫല്യദഉ നാദിയഹു സനദഉ സബാനിയ. നിങ്ങൾ നിങ്ങളുടെ സംഘത്തെ വിളിക്കൂ, നമ്മൾ നമ്മുടെ സംഘത്തെയും വിളിക്കാം, ഒന്ന് മുട്ടി നോക്കാം നിങ്ങളുടെ പണി ഇവിടെ വിജയിക്കുമോ എന്നറിയാം എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സനദഉ സബാനിയ, കല്ല, വേണ്ട വേണ്ട, ലാ തുതിഉഹു. ഈ ആരാധന വിലക്കുന്ന പള്ളി വിലക്കുകൾ അതിനെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. വസ്ജുദ് വഖ്തരിബ്. പടച്ചവന്റെ മുമ്പിൽ അനുവദിക്കപ്പെട്ടയിടത്ത് സുജൂദ് ചെയ്തോളൂ, നമസ്കരിച്ചോളൂ, നിങ്ങൾ പടച്ചവനിലേക്ക് അടുത്തുകൊള്ളൂ എന്ന് അല്ലാഹു തആല പറയുന്നു. ഒരുത്തൻ ഏതെങ്കിലും പ്രാദേശിക കോടതിയിൽ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ എന്തെങ്കിലും ഒരു ഹർജി കൊടുത്തു. അവിടെ എന്താണ്, എനിക്ക് തോന്നുന്നു ഇത് അന്ന് മറ്റേ രാജാവിന്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റേ ആളുടെ കാലത്ത് ഇതൊരു ക്ഷേത്രമായിരുന്നു, അത് തകർത്തിട്ടാണ് അവിടെ വന്നത് ഈ പള്ളി എന്നങ്ങാണ് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്രാദേശിക കോടതിയിലെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു അന്യായം ബോധിപ്പിച്ചാൽ ഉടനെ ജഡ്ജി പ്രഖ്യാപിക്കുകയാണ്, എന്താണ്, പെട്ടെന്ന് സർവേ നടത്തിക്കോ എന്ന്. മണിക്കൂറുകൾക്കകം. എന്തൊരവസ്ഥയാണ് രാജ്യത്ത് നടക്കുന്നത്. ഇത് വ്യാപകമാവാനാണ് ഒരുക്കമെങ്കിൽ ഇവിടത്തെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങളും തുല്യാവകാശവും തുല്യനീതിയും ആരാധനാ സ്വാതന്ത്ര്യവും പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇവിടത്തെ ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും അതുപോലെ തന്നെ നീതിപീഠങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ന്യായാധിപന്മാരുടെ ഉത്തരവാദിത്തമാണ്. ക്രമസമാധാനം ഉറപ്പുവരുത്തേണ്ടവരുടെ ഉത്തരവാദിത്തമാണ്. അത് പാലിക്കപ്പെട്ടേ മതിയാകൂ. അതിലാണ് ഇത്രയും കാലം മുസ്ലിങ്ങൾ വിശ്വാസമർപ്പിച്ചിരുന്നത്. ഇനി ഒരു
രാജ്യം പ്രതിരോധത്തിന്റെ നിരകൾ തീർക്കാൻ തയ്യാറാവേണ്ടി വരും. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല. പള്ളികളെ സംരക്ഷിക്കാൻ ഇന്നല്ലാഹ യുദാഇഫു അനില്ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പടച്ച തമ്പുരാൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കും. എപ്പോൾ നിങ്ങൾ പ്രതിരോധത്തിന് സജ്ജമായാൽ, ജനകീയമായ ജനാധിപത്യപരമായ പ്രതിരോധങ്ങൾ പറ്റില്ല പള്ളിയിൽ തൊടാൻ എന്ന് പറയാൻ സത്യവിശ്വാസികൾ അണിനിരക്കേണ്ടി വരും. ജനാധിപത്യത്തിന്റെയും മതേതര സംരക്ഷണത്തിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു കാലം വരേണ്ടി വരും. വന്നില്ലെങ്കിൽ പള്ളികൾ തകർക്കപ്പെട്ടു പോകും, മസ്ജിദുകൾ അന്യാധീനപ്പെട്ടു പോകും, സത്യവിശ്വാസികൾ ഈ നാടിൽ നിന്ന് മട്ടിപ്പുറത്താക്കപ്പെട്ടു പോകും. അതുകൊണ്ട് അവരും ഇവരും ഒക്കെ വന്നാലേ എനിക്ക് ഈ രാജ്യത്ത് ജനാധിപത്യപരമായി മതേതരപരമായി സംഘടിക്കാൻ പറ്റൂ എന്നില്ല. നമ്മൾ ഈ രാജ്യത്തെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇവിടത്തെ തൽക്കാലം ഒന്നാം നമ്പറായി മുസ്ലിങ്ങളാണ് മുഖ്യ ശത്രുക്കൾ, രണ്ടാമതായി ക്രൈസ്തവരാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റുകളാണ്, അതേപോലെ മറ്റുള്ള ഇവിടത്തെ ഈഴവരും പിന്നോക്കക്കാരും ഒക്കെയാണ്. ഇവരെയൊക്കെ ക്രമമായി ഇങ്ങനെ പിടികൂടാൻ പോവുകയാണ്. അതുകൊണ്ട് ഇരകൾ മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി സംഘടിച്ച് ഒറ്റക്കെട്ടാകുന്ന ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള മുന്നേറ്റമാണ് ഇനി നടക്കേണ്ടത്. അത് നടക്കണം. ഖുർആൻ പറഞ്ഞു, വലൗലാ ദഫ്റുല്ലാഹി الناس ബഅദഹും ബിബഅദ്, ചിലരെ കൊണ്ട് മറ്റു ചിലരെ തടുത്തില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുസ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീർ. ചർച്ചുകളും മഠങ്ങളും മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളും അതേപോലെ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പള്ളികളും അമ്പേ തകർന്നു പോകുമായിരുന്നു. ചിലരെ കൊണ്ട് മറ്റു ചിലരെ തടുത്തില്ലായിരുന്നെങ്കിൽ തകർന്നു പോകുമായിരുന്നു. സഹോദരങ്ങളെ, ആ ഒരു പ്രതിരോധം ഭരണഘടനയുടെ സംരക്ഷകരായി ഭരണാധികാരികളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ജുഡീഷ്യറിയിൽ നിന്ന് ന്യായാസനങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരണം. ഉണ്ടായിത്തീർന്നാലേ ഈ പ്രതിരോധം ഇവിടെ ഉണ്ടാവൂ. അത് നടന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ അധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങൾ ആ അധികാരം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടി വരും. ജനകീയമായ വമ്പിച്ച ജനാധിപത്യ സഖ്യത്തിലൂടെ ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ മുസ്ലിങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടി വരും. ഇറങ്ങണം. അതാണ് ഇന്ത്യയെ രക്ഷിക്കാൻ. നാനാജാതി മതസ്ഥരുടെ പരസ്പരാവകാശങ്ങളും സൗഹാർദ്ദവും സഹിഷ്ണുതയും സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ മുമ്പിട്ടിറങ്ങേണ്ടി വരും. കഴിഞ്ഞ കാലഘട്ടത്തിൽ അധിനിവേശ വിരുദ്ധ സമര പോരാട്ടങ്ങൾക്ക് മറ്റുള്ളവരുമായി കൈകോർത്തിറങ്ങിയതുപോലെ സഹോദരങ്ങളെ, അത് നമ്മുടെ ബാധ്യതയായി മാറും. എല്ലാം നശിച്ചു പോകുന്നു, നിർനിമേഷരായി നോക്കി നിന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിച്ചു കൊള്ളാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സർവോപരി ഈ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ രാജ്യം എന്ന് പറയുന്ന ഈ ഭവനത്തിന്റെ തൂണുകൾ തകർക്കാൻ ശ്രമിക്കുമ്പോ, ആ രാജ്യത്തിന്റെ ബഹുനില കെട്ടിടം മുഴുവൻ വന്ന് താഴേക്ക് പതിക്കുമ്പോ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും നശിച്ചു പോകും. അത് സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഈ രാജ്യത്തിന്റെ കഴുക്കോലുകൾ ഊരാൻ ശ്രമിക്കുന്ന, തൂണുകൾ പൊളിക്കാൻ ശ്രമിക്കുന്നവരെ കൈക്ക് പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ എല്ലാ ഭാഷകളും പ്രയോഗങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ കൽപ്പിക്കുന്ന, തിന്മയെ തടുക്കുന്ന ഉത്തമ സമൂഹത്തിൽ അള്ളാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജാതി മതഭേദമന്യേ ഈ രാജ്യം ഏകോദര സഹോദരങ്ങളെ പോലെ മാതൃകാപരമായി ഇനിയും മുമ്പോട്ട് പോകാൻ പടച്ച തമ്പുരാൻ ഉദ്ദേശിക്കുന്ന നീതിയും ന്യായവും നന്മയും ഭൂലോകം കണ്ട് കുളിരണിയാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് നീതിക്ക് അനീതിക്കിരയായി തടവറകളിൽ കഴിയുന്നവർ, അതേപോലെ തന്നെ കഷ്ടപ്പെടുന്നവർ, പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവർ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതേപോലെ കടം കൊണ്ട് വലയുന്നവർ, എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ മോക്ഷവും ശമനവും നൽകുമാറാകട്ടെ, മോചനം നൽകുമാറാകട്ടെ. പടച്ചവൻ അവന്റെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സദഖകൾ
തൗബകൾ പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം.